ബീഫ് എങ്ങനെ തയ്യാറാക്കും നമുക്ക് നോക്കിയാലോ. ആദ്യം ഞാനിവിടെ 1/2 കിലോ ബീഫാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി. ഇത്ര ഇട്ടിട്ട് ഇറച്ചി നന്നായിട്ടൊന്ന് മസാലയൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചിട്ട് ഇനി ഒരു നാരങ്ങയുടെ പകുതി അതിൻ്റെ നീര് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കും. എന്നിട്ടത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം ബീഫ്. ഞാനിവിടെ വെള്ളം ഒഴിക്കുന്നില്ല, കാര്യം ബീഫിനകത്ത് ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ബീഫിൽ വെള്ളം ഞാൻ ഒഴിക്കുന്നില്ല. പിന്നെ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിക്കാവുന്നതാണ്. ഓൾറെഡി ബീഫിനകത്ത് വെള്ളം ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് വെള്ളം ഒഴിക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ നമുക്കൊരു 7-8 വിസിൽ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. നമുക്ക് കറിക്ക് ആവശ്യമായ സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു 2 സവോള, 4 പച്ചമുളക്, 1 തക്കാളി, തേങ്ങ സ്ലൈസായിട്ട് അരിഞ്ഞത്, കറിവേപ്പില, പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്. ഇത്രയാണ് ബീഫ് ബർഗറിന് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. കറി എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായി ഞാനൊരു കടായിയാണ് അടുപ്പത്ത് വെച്ചിരിക്കുന്നത്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് അതിലേക്ക് കുറച്ച് കടുകിട്ട് പൊട്ടിക്കണം. കടുക് പൊട്ടിച്ചിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്തുകൾ ഇട്ട് കൊടുക്കാം. തേങ്ങാക്കൊത്തുകൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ബ്രൗൺ നിറമാകുന്നുണ്ട് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ഇട്ട് കൊടുക്കാം. സവോള ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കാം. സവോള പെട്ടെന്നൊന്ന് വഴറ്റാനായി നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഉപ്പും ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് കറിവേപ്പില കൂടി ഇട്ടിട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇനി ഒന്ന് ബ്രൗൺ നിറമാകുന്നതിന് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് കൂടെ ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഏകദേശം നല്ലോണം ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമായ പൊടികൾ ഇട്ട് കൊടുക്കാം. അതിനായി 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ
മല്ലിപ്പൊടി, ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി. ഇനി ഇതിലേക്ക് കുറച്ച് ഞാൻ ബീഫ് മസാലയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അര ടേബിൾ സ്പൂൺ ബീഫ് മസാല ആഡ് ചെയ്തിട്ടുണ്ട്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഏകദേശം പച്ചമണമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. ഈ തക്കാളി കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി ഒന്ന് നല്ലോണം ഉടഞ്ഞു വരട്ടെ. ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. തക്കാളി നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം. ബീഫ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം. മസാലയെല്ലാം ഒന്ന് ഇറച്ചിയിൽ പിടിക്കാൻ വേണ്ടി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാൻ അവിടെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പിൻ്റെ ആവശ്യമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. ഒന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിക്കുകയാണ്. അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് പരളൻ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെയും പൊറോട്ടയുടെ കൂടെയൊക്കെ കഴിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ആ തൊട്ടടുത്ത ബെല്ലൈക്കണം ഒന്ന് പ്രസ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുന്നതിന് വരെ ബൈ.